നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കാലവർഷക്കെടുതിയിലും ദുരന്തമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കാൻ മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരനാണ് രക്ഷാപ്രവർത്തനത്തിന് സഹായം എത്തിക്കാൻ സ്വയം സേവകർക്ക് നിർദ്ദേശം നൽകിയത്. ദുരന്ത പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ സേവാഭാരതി പ്രവർത്തകർ പ്രത്യേക സംവിധാനം ഒരുക്കി. മാനന്തവാടി പഴശ്ശി ബാലമന്ദിരത്തിൽ 200-ലധികം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. അമ്പലവയലിൽ തയ്യാറാക്കിയ 1000 ഭക്ഷണപ്പൊതികൾ, വീടുകളിൽ തയ്യാറാക്കി ശേഖരിച്ച 200-ലധികം പൊതികളും സേവാഭാരതി പ്രവർത്തകർ വിതരണം ചെയ്തു. നീലഗിരിയിൽ നിന്ന് RSS ജില്ലാ സംഘചാലക് മനോജിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ സേവനത്തിലെത്തി 500 തക്കാളിച്ചോറ് വിതരണം ചെയ്തു. സേവാഭാരതി പ്രവർത്തകർ വിവിധ ആശുപത്രികളിൽ രക്തദാനത്തിനും മറ്റ് സഹായങ്ങൾക്കുമായി ഉണ്ട്. മേപ്പാടി വിംസ്, കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രി, മേപ്പാടി ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവർത്തകരുണ്ട്. ഇന്നലെ രാവിലെ 7 മണി മുതൽ തന്നെ ഇവർ പ്രവർത്തനത്തിനിറങ്ങി. ഇന്ന് സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സേവാഭാരതി പ്രവർത്തകർ ചേരുമെന്ന് സംയോജകരായ MC വത്സനും ഉണ്ണികൃഷ്ണനും പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനമായി. തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്കരിക്കാൻ തുടങ്ങി. സേവാഭാരതിയുടെ ചിതഗ്നി എന്ന അന്ത്യസംസ്കാര കർമ്മ സംവിധാനവും ഐവർ മഠത്തിന്റെ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിലാണ് ഇന്നലെ 3 ദേഹങ്ങൾ സംസ്കരിച്ചത്. ഇന്ന് സേവാഭാരതിയുടെ 3 ചിതഗ്നി യൂണിറ്റുകൾ കൂടി എത്തും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.